ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം, ഇപ്പൊ പ്രത്യേകിച്ച് ജീവിതമാകുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും, അതിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം അതെന്തായിരുന്നു? മറക്കാൻ പറ്റാത്തപ്പോ ഈ ജീവിതത്തിൽ ഈ ഫീൽഡിലോട്ട് വന്നിട്ട് മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് തന്നെ ഉണ്ട്, അത് എടുത്തു പറയാൻ പറ്റാത്ത. പക്ഷെ ഏറെ ഇപ്പൊ അടുത്ത് എനിക്ക് എന്റെ മനസ്സിൽ വേദനിപ്പിച്ചെന്ന് പറഞ്ഞാല്, ഒന്ന് ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോ അവിടുന്ന് ഒരു 10-17 വയസ്സായ ഒരു കുട്ടി എന്റെ വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ടെന്ന് എന്റെ സുഹൃത്ത് വന്നിട്ട് തന്നെ ഒരാള് കാണാതിരിക്കുന്നുണ്ട്, സുഖമില്ലാത്ത കുട്ടി, അപ്പൊ ഒന്ന് കാണാനാണ്. അപ്പൊ ഞാൻ എന്റെ വണ്ടിയിൽ പോയി ഇരുന്നപ്പോ അവിടുന്ന് ആ മോന് പറയുന്നു എന്നോട്, എനിക്ക് ഇങ്ങനെ ഉറക്കമൊന്നും ഒഴിക്കാൻ പാടില്ല, പിന്നെ ഞാൻ സലീംക്കയെ കാണാൻ എനിക്ക് അത്ര വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാണ്. പിന്നെ എനിക്കങ്ങനെ എന്റെ വീട്ടുകാർ എന്നെ എങ്ങോട്ടും പറഞ്ഞയക്കാറില്ല, പക്ഷെ എനിക്ക് സലീം ഖാൻ അത്ര ഇഷ്ടമാണ്, അതുകൊണ്ട് വന്നതാന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ ഞാൻ എന്താണ് ഞാൻ പറഞ്ഞ ഇപ്പൊ കണ്ടില്ല എന്നൊക്കെ വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് ഈ കുട്ടിയോട് ചോദിച്ചു എന്താ മോന്റെ അസുഖം എന്ന് വെച്ചപ്പോഴാ പറഞ്ഞത് എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന്, ഇപ്പൊ ഇന്ന് ബ്ലഡ് മാറ്റിയാന്നൊക്കെ. അത് എനിക്ക് ഭയങ്കര. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഒരു പക്ഷെ ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ഉണ്ടായിന്ന് വരില്ല, പക്ഷെ എന്തായാലും ഇനി എനിക്ക് മരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, എന്റെ ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം കഴിഞ്ഞത്. അത് എന്റെ അതുപോലത്തെ കുറെ അനുഭവങ്ങൾ. പിന്നെ ഒരു വളാഞ്ചേരിയിലൊരു സാലി എന്ന് പറയുന്ന ഒരു പയ്യനെപ്പോഴും വിളിക്കും, അപ്പൊ എന്നോട് പറഞ്ഞത് എനിക്ക് നടക്കാൻ കഴിയില്ല അങ്ങനത്തെ ആളെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവൻ പാതിരാക്കും വിളിക്കും, അപ്പൊ നമ്മള് പറയുന്ന സമയത്ത് വിളിച്ച് കട്ട് ചെയ്താൽ ഇവൻ ചിലപ്പോ എന്താ നിങ്ങൾക്ക് ജാടായെന്നൊക്കെ ചോദിച്ചാലോ, അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചു. പിന്നെ എന്റെ സുഹൃത്ത് ഞാനായിട്ട് സംസാരിക്കൽ തുടങ്ങി അവനായിട്ട്, അങ്ങനെ എപ്പോഴും വിളിക്കും. അങ്ങനെ ഈ ആളെ കാണാൻ പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ ചെല്ലുമ്പോ ഞങ്ങളെ കാത്ത് ഈ അവന്റെ ചവിട്ട് പടിമൊക്കെ എടുക്കുന്ന ഒരാൾ. അപ്പൊ കാല് കണ്ടുമില്ല, കയ്യും ഇല്ല, കാലുണ്ട് എന്നാലും പകുതി ഇതുവരെ ഉള്ളു, അത് വളർച്ചയില്ല. കൈ ഇവിടെ നിന്ന് ഇവിടെ തന്നെ കൈയൊക്കെ ആയിട്ട്. എന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ ഉരുണ്ടാ പോകുന്നത്. അപ്പൊ അന്നും അതുമൊക്കെ അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ, അതൊക്കെ തന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് എപ്പോഴാണ്? കൂടുതൽ സന്തോഷിച്ചത്